അസ്സലാമലൈക്കും, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി വയനാടൻ കല്യാണച്ചോറ് ഉണ്ടാക്കിയാലോ. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിന് ഞാൻ അവിടെ ആദ്യം ചിക്കനും ബീഫും മാഗ്നേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് ഉപ്പ്, മുളക്, മഞ്ഞൾ, ഗരം മസാല, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, അതേപോലെ തന്നെയാണ് ബീഫിലും ഇട്ടിട്ടുള്ളത്. ബീഫിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത ചിക്കനെ ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇനി വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് മുമ്പ് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അതൊന്ന് വഴഞ്ഞ് സെറ്റായി വന്ന് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ സമയം കൊണ്ട് ഞാനിവിടെ ബീഫും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ബീഫ് ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി തക്കാളി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. പിന്നെ ഞാനിവിടെ നെയ്ച്ചോറ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ യമ്മി ബീഫ് വരട്ട് പോലത്തെ വരട്ട് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നെയ്ച്ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ചമ്മന്തി റെഡിയാക്കാം. അതിന് ഇവിടെ തേങ്ങ, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, ഉള്ളിയൊക്കെ ഇട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ഇനി പരിപ്പ് കറിക്ക് വേണ്ടുന്നത് പരിപ്പിലേക്ക് തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി വേവിച്ച് പരിപ്പ് കറി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സലാഡിന് വേണ്ടിയിട്ട് ഉള്ളി, തക്കാളി, ക്യാരറ്റ്, മല്ലിച്ചപ്പൊക്കെ നൈസായി അരിഞ്ഞത് അതിലേക്ക് കുറച്ച് വിനാഗിരിയും ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച ഗീ റൈസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ സൈഡിലേക്കായിട്ട് ബീഫ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സാലഡ് വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് പരിപ്പ് കറി, പിന്നെ ചട്നി, നമ്മളെ ബിരിയാണീൻ്റെ സെയിം ചമ്മന്തി തന്നെ അത്, ഇപ്പോൾ ബീഫ് കറി ഓൾറെഡി ബീഫ് കറി സെറ്റാക്കിയത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്. ബീഫ് കറിയും വെച്ചെടുക്കാം. കുറച്ച് തൈരും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള വയനാട് സ്പെഷ്യൽ കല്യാണച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് അച്ചാറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റിയാണ്, നല്ലൊരു ഫ്ലേവറും കാര്യമെല്ലാം ഇറങ്ങും ഇതേപോലെ വെച്ച് സെറ്റ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ ബൈ.